എന്റെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് പേ ഔട്ട് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അക്കൗണ്ട് ആഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നിടം വരെ ഓക്കെയാണ്. പക്ഷെ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാനുള്ളിടത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഫോമിലെ ആ പേജിലേക്ക് പോകുമ്പോഴേക്കും ഇൻവാലിഡ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കാണിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ കിട്ടാനുള്ളവർക്കും അതേപോലെ മോണിറ്റൈസേഷൻ ആയിട്ട് പേ ഔട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്കും ഉണ്ടായ ചില ആളുകൾക്കെങ്കിലും ഉണ്ടായിരിക്കുന്ന ഒരു അനുഭവം എനിക്കും ഉണ്ടായി. അതൊന്ന് പങ്കുവയ്ക്കാനും കൂടിയാണ്. എനിക്ക് കഴിഞ്ഞ മെയ് മാസം വരെ എന്റെ റീൽസിനും പോസ്റ്റിനും ഒക്കെ എമൗണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ജൂൺ തൊട്ട് അത് കാണിക്കുന്നില്ല. അക്കൗണ്ട് ഹോൾഡ് എന്ന് കാണിക്കുന്നു. എന്താ റീസൺ എന്നറിയില്ല. കോപ്പിറൈറ്റ് ഉണ്ടോന്ന് പോയി ഞാൻ നോക്കി, അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഫേസ്ബുക്കില് പ്രജീഷ് KV എന്ന് പറയുന്ന ആളുടെ പേജില് ഇതേപോലെയുള്ള ഒത്തിരി ആളുകളുടെ ഇഷ്യൂസ് സോൾവ് ചെയ്തതായിട്ടും അതേപോലെ കുറെ ആളുകൾ ഇതിന്റെ പോസ്റ്റുകൾ ഇടുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എന്റെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് പേ ഔട്ട് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അക്കൗണ്ട് ആഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നിടം വരെ ഓക്കെയാണ്. പക്ഷെ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാനുള്ളിടത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഫോമിലെ ആ പേജിലേക്ക് പോകുമ്പോഴേക്കും ഇൻവാലിഡ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കാണിക്കുന്നു. എന്താ റീസൺ എന്നുള്ളത് മനസ്സിലാവണില്ല. പലതവണ ചെയ്തു നോക്കി, രക്ഷയില്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ID കൂടെ, അതായത് നമുക്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് ഒരു ഇതുകൂടെ എടുത്തിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഒരു ബിസിനസ് ടൈപ്പ് കൂടെ കാണിച്ചിട്ട് ഞാൻ ആഡ് ചെയ്തു. അത് കംപ്ലീറ്റ് ആയി. അത് പക്ഷേ സ്റ്റാർ കിട്ടുന്നതിന്റെ അതിലേക്കായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് എടുക്കുമ്പോൾ എപ്പോ എടുത്താലും പേ ഔട്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റെഡ് കളറിൽ എറർ മെസ്സേജ് കാണിക്കുന്നുമുണ്ട്. ഞാൻ എല്ലാ വഴിയും നോക്കി, എനിക്ക് അതിനകത്തുള്ള എല്ലാ ഓപ്ഷൻസ് വെച്ചിട്ട് ഞാൻ ചെയ്തു. പക്ഷെ ഒരു രക്ഷയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഈ പറഞ്ഞ പോലെ കുറെ പേര് പോസ്റ്റ് ഇട്ടേക്കുന്നത്. പിന്നെ എന്റെ ഒരു കസിന് ഇതേപോലെ ഇഷ്യൂ ഉണ്ടായിട്ട് ആള് സോൾവ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രജീഷ് മാർക്ക് മെസ്സേജ് ഇട്ടു, എനിക്കിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് സോൾവ് ചെയ്ത് തരണേ എന്ന് പറഞ്ഞിട്ടു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ആള് റെസ്പോണ്ട് ചെയ്തു. ആള് പറഞ്ഞ രീതിയിൽ ഞാൻ സ്ക്രീൻഷോട്ട്സ് ഒക്കെ എടുത്തു കൊടുത്തു. എന്താ ഇഷ്യൂ എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തു. സ്ക്രീൻഷോട്ടുകൾ പറഞ്ഞ രീതിയിൽ അയച്ചു കൊടുത്തു. അപ്പോ നോക്കി ഒരു രക്ഷയില്ല. മാഷ് പറഞ്ഞു ഒരു പണി ചെയ്യുക, പേപ്പാൽ അക്കൗണ്ട് എടുത്തിട്ട് അത് ആഡ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ബാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതുവരെ ഞാൻ ഇടുന്ന റീൽസിനൊന്നും എനിക്ക് ഒന്നും കാണിക്കുന്നില്ല. ഒരു യൂസ് ഉണ്ട്, പക്ഷെ എമൗണ്ട് ഒന്നും കാണിക്കുന്നില്ല. അപ്പോ മാഷ് പറഞ്ഞ രീതിയിൽ ഞാൻ പേപ്പാൽ അക്കൗണ്ട് എടുത്തിട്ട് പേപ്പാൽ ആഡ് ചെയ്തു. പേപ്പാൽ ആഡ് ചെയ്തിട്ട് മാഷ് പറഞ്ഞു നമുക്കൊരു 2 ആഴ്ചയുടെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഇനി ഇടുന്ന പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് ക്യാഷ് കയറുമെന്ന് പറഞ്ഞു. പോസ്റ്റുകൾക്ക് ക്യാഷ് കയറുമെന്ന് അത് പറഞ്ഞു. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ഇട്ട് പോസ്റ്റിനൊക്കെ അന്ന് തന്നെ ഞാൻ പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് ഇട്ടതിന് യൂസ് ഉണ്ട്, പക്ഷെ എമൗണ്ട് ഒന്നും കാണിക്കുന്നില്ല. അപ്പോ ഞാൻ മാഷിന്റെ അടുത്ത് പറഞ്ഞു, മാഷെ കഴിഞ്ഞ പോസ്റ്റുകളുടെ ഒന്നും വ്യൂസ് കാണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. മാഷ് പറഞ്ഞു കഴിഞ്ഞ പോസ്റ്റുകൾ നോക്കണ്ട, ഇനി ഇടുന്ന പോസ്റ്റുകൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അന്നൊന്നും കേറിയില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഞാൻ വെറുതെ എടുത്തു നോക്കിയപ്പോ അതില് എന്റെ റീൽസിനും ഞാൻ ഇട്ട ഒരു ഫോട്ടോയ്ക്കും ഒക്കെ എമൗണ്ട് കയറിയതായിട്ട് കണ്ടു. ഞാൻ അപ്പൊ തന്നെ മാഷിന് മെസ്സേജ് അയച്ചു, ഞാൻ എന്റെ നന്ദി അറിയിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വ്യൂസ് ആയി തുടങ്ങിയപ്പോഴേക്കും നമുക്ക് എമൗണ്ട് കിട്ടണില്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പോ അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. എനിക്ക് എമൗണ്ട് കാണിച്ചു തുടങ്ങുന്നുണ്ട്. ഇനി അത് അക്കൗണ്ടിലേക്ക് മാറ്റണം. പേപ്പാലിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇനി ട്രാൻസ്ഫർ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ സമയത്ത് ഞാൻ മാഷിനോട് ഒത്തിരി നന്ദി സ്നേഹം അറിയിക്കുന്നു. എന്നെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാവും. അതേപോലെ ഒത്തിരി പേർക്ക് അദ്ദേഹം പറഞ്ഞു തന്ന രീതിയിൽ ചെയ്തപ്പോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും അക്കൗണ്ടുകൾ അതേപോലെ ഇഷ്യൂസ് എല്ലാം ക്ലിയർ ആയി വരുന്നുണ്ട്. അപ്പൊ ഇനിയും ഒത്തിരി പേർക്ക് ഈ വീഡിയോ മൂലം ആർക്കെങ്കിലൊക്കെ ഉപകാരമാണെങ്കിൽ ആകട്ടെ എന്ന് കരുതി അപ്പോ ഒന്നുകൂടെ മാഷിന് എന്റെ നന്ദി അറിയിക്കുന്നു. അപ്പോ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.